ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പടി മേലഴിയം പാതയിലെ ദുരിതയാത്രയ്ക്ക് അറുതിയില്ല. ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച് ടോറസ് വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോയത് മൂലം വലിയ തകർച്ചയാണ് റോഡിലുണ്ടായത്. റോഡ് നവീകരിക്കുമെന്ന അധികൃതരുടെ വാക്കും പാഴ്വാക്കായതോടെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. കുമ്പിടി മേലഴിയം ഭാഗത്തെ കുന്നിടിച്ച് നിരത്തിയാണ് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് ഖനനം നടത്തിയത്. ഭാരമേറിയ വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോയതുമൂലം 2 കിലോമീറ്റർ വരുന്ന പള്ളിപ്പടി മേലഴിയം പാത തകർന്നടിഞ്ഞ സ്ഥിതിയിലാണ്. മാസങ്ങൾക്ക് മുൻപ് മഴയിൽ മണ്ണെടുത്ത ഭാഗത്തെ ചെളിമണ്ണ് ഒലിച്ചിറങ്ങി പാതയിൽ അടിഞ്ഞുകൂടിയത് വാഹന അപകടങ്ങൾക്കും കാരണമായിരുന്നു. ആനക്കര ഗ്രാമപഞ്ചായത്ത് കമ്പനി അധികൃതരുമായി നടത്തിയ കരാർ പ്രകാരം മണ്ണെടുപ്പ് പൂർത്തിയായി. 20 ദിവസത്തിനുള്ളിൽ തകർന്നടിഞ്ഞ റോഡ് റീടാറിംഗ് ചെയ്യുമെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് നിർമ്മാണം ആരംഭിച്ചില്ലെന്ന് മാത്രമല്ല, ഇതുവഴിയുള്ള ദുരിതയാത്ര ഇരട്ടിയായെന്നാണ് പ്രദേശവാസികളുടെ പരാതി. തകർന്ന റോഡിലൂടെയുള്ള ഓട്ടം കാരണം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നതെന്ന് ഡ്രൈവർമാരും പറയുന്നു. മണ്ണടി തുടങ്ങിയ മുതലേ റോഡ് കംപ്ലൈന്റ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഓടാനും വയ്യ, ഓടാതിരിക്കാനും വയ്യ. ഓടാതിരുന്നാൽ ഞങ്ങളുടെ വീട് പട്ടിണിയിലാവും. ഗതിയില്ലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുമ്പിടിക്കും ഞങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാടക കുമ്പിടി അല്ലെങ്കിൽ ചേകനൂർ, ഇത് തങ്ങൾപ്പടി, ഈ 3 റോഡും യാത്ര ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലുള്ളത്. ഈ വർഷക്കാലം കഴിഞ്ഞ് ഞാൻ 3 വണ്ടി 15,000 രൂപ കൊടുത്ത് പണിയെടുത്തു. 15,000 രൂപ 3 വീല് പണിയെടുക്കാൻ ഇതിനെ ഫ്രണ്ട് ശരിയാക്കാൻ നടത്തും. അങ്ങനെ ഇപ്പോഴും ദിവസേന ഞങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊടിശല്യവും റോഡ് തകർച്ചയുമായി പൊറുതിമുട്ടിയ നാട്ടുകാരും വ്യാപാരികളും ഇനി ആരോട് പരാതിപ്പെടുമെന്നതാണ് ചോദിക്കുന്ന ചോദ്യം. NCV ന്യൂസ് തൃത്താല.